ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്കൊരു 8ന്റെ പണി കിട്ടിയിട്ടിരിക്കുവാണ് കേട്ടോ. എൻ്റെ വിവാഹം ഉറപ്പിക്കൽ ചടങ്ങിന് ഞാൻ ഇടാൻ വെച്ചിരുന്ന കോസ്റ്റ്യൂം എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയില്ല. അതെനിക്ക് എന്തായാലും തയ്ച്ച് കിട്ടില്ലെന്ന് എനിക്കൊരു ഉറപ്പ് വന്നപ്പോൾ ഒരു സൊല്യൂഷന് വേണ്ടി ഞാൻ വിളിച്ചത് അലങ്കാര ബുട്ടിക്കിലെ ഫെബിൻ ചേട്ടനെയാണ്. ഫെബിൻ ചേട്ടൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് പോരെ, നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. ഇവിടെ വന്നിട്ട് നീ ട്രൈ ചെയ്തിട്ട് സെറ്റ് ആയില്ലെങ്കിൽ നിനക്ക് വിത്തിൻ അവേഴ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെങ്കിലും തരാം എന്ന് പറഞ്ഞ് ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അലങ്കാര ബുട്ടിക്കിലേക്ക് പോയത്. ആക്ച്വലി ഞാനിപ്പോൾ ഇതാ നിൽക്കുന്നത് ഭയങ്കര ഹാപ്പിനെസ്സിലാണ്. കാരണം എനിക്ക് ഉറപ്പായിരുന്നു ഇവിടെ വരുമ്പോൾ എനിക്ക് എന്തായാലും സെറ്റ് ആവുമെന്ന്. ഇതിപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് പിറ്റേ ദിവസം രാവിലെ ചെറുക്കൻ്റെ വീട്ടുകാർ വരും. തലേ ദിവസം ഉച്ച കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ട്രയൽ നോക്കിയപ്പോൾ തന്നെ സമാധാനമായിട്ടോ. കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ഓൾട്രേഷൻ ഉണ്ടായിരുന്നു, അതും ചെയ്ത് കിട്ടി. ഞാൻ വേറെയും കുറേ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടത് ഞാൻ എടുത്തിട്ടുണ്ട്. വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് ആ ഡ്രസ്സ് കാണാം. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഉറപ്പിക്കൽ ചടങ്ങിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു ഡ്രസ്സ് എവിടെ നിന്നാണ്. നമ്മുടെ ഡ്രസ്സ് അലങ്കാര ബുട്ടിക്കിൽ നിന്നാണ് കേട്ടോ. അങ്കമാലി കഴിഞ്ഞ് അത്താണി എത്തുന്നതിന് മുന്നേ കരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ബുട്ടിക്കുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ട്, നമുക്ക് പെട്ടെന്നൊരു ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് അലങ്കാരനെ ചൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിലും നമുക്ക് സമയമെടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാനാണെങ്കിലും ഇവിടെ അടിപൊളി ഒരു ഓപ്ഷനാണ്. ബ്രൈഡിനും ബ്രൈഡ് മെയ്ഡ്സിനും ഫാമിലിക്കും എല്ലാവർക്കും പറ്റിയൊരു ഓപ്ഷനാണ് അലങ്കാര. പെട്ടെന്ന് വിളിച്ച് ഞാനൊരു വിഷമം പറഞ്ഞപ്പോഴേക്കും എൻ്റെ കൂടെ നിന്ന ഫെബിൻ ചേട്ടനും എൽദോ ചേട്ടനും ഒരു പ്രത്യേക താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. എനിക്ക് വന്ന എല്ലാവരുടെ കയ്യിൽ നിന്നും നല്ല കോംപ്ലിമെൻറ്റ്സ് ആണ് കിട്ടിയത്. ഡ്രസ്സിനെ പറ്റിയിട്ടും ഒക്കെ എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. കാര്യം ലാസ്റ്റ് മിനിറ്റിലാണ് സെറ്റ് ആയെങ്കിലും ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ.